ഇന്നത്തെ ഈ വാലന്റൈൻസ് ഡേയിൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹം കൊടുത്തിട്ടുള്ള ഒരാളെ പറ്റി പരിചയപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സ്നേഹം എന്താണെന്ന് ചോദിച്ചാൽ പല ഉത്തരങ്ങൾ പലർക്കും പറയാനായിട്ടുണ്ടാകും. എന്നാൽ സ്നേഹത്തിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് ചോദിച്ചാൽ, സ്നേഹം ഏത് പരിധി വരെ ഉണ്ട് എന്ന് ചോദിച്ചാൽ അതിനുത്തരം നൽകുന്ന ഗ്രന്ഥം ബൈബിളാണ്. ബൈബിളിൽ സ്നേഹത്തെപ്പറ്റി പറയുന്നത് ഇങ്ങനെയാണ്: സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും വലിയ സ്നേഹമില്ല. എന്ന് പറഞ്ഞാൽ സ്നേഹത്തിൻ്റെ ഏറ്റവും പ്രകടമായ തലം, അല്ലെങ്കിൽ സ്നേഹം ഏറ്റവും അത്യുച്ചകോടിയിൽ നിൽക്കുന്നത് ഒരു സ്നേഹിതന് വേണ്ടി, അല്ലെങ്കിൽ സ്നേഹിക്കുന്ന ആൾക്ക് വേണ്ടി, പ്രണയിനിക്ക് വേണ്ടി, അല്ലെങ്കിൽ പ്രണയിക്കുന്ന ആൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്ന തലത്തിൽ സ്നേഹിക്കുക, ജീവൻ കൊടുക്കാനും തയ്യാറാകുന്ന വിധത്തിലുള്ള സ്നേഹം, അതാണ് ഏറ്റവും വലിയ സ്നേഹം. ഇങ്ങനെയുള്ള സ്നേഹം നമുക്ക് എവിടെയാണ് കാണാൻ കഴിയുന്നത്? ലോകത്തിലെ പല സ്നേഹങ്ങളും വളരെ വലുതാണെന്നൊക്കെ ആളുകൾ പറയാറുണ്ട്. പക്ഷേ പത്രവാർത്തകൾ നാം വായിച്ചാൽ പല സ്നേഹങ്ങളും അത് അറ്റുപോകുന്നതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരമ്മയ്ക്ക് ഒരു മകനെ മറക്കാൻ കഴിയുമോ? ഒരു മകളെ മറക്കാൻ കഴിയുമോ? ഒരിക്കലുമില്ല. എന്നാൽ പല സംഭവങ്ങളിൽ, പല പത്രവാർത്തകളിലൂടെ നാം വായിച്ചറിഞ്ഞിട്ടുണ്ട് അനേക അമ്മമാർ തങ്ങളുടെ മക്കളെ കൊലപ്പെടുത്തിയിട്ടുള്ളത്. അമ്മയുടെ സ്നേഹം ഒരുപക്ഷെ കുറഞ്ഞു പോയെന്ന് വന്നേക്കാം. ലോകത്തിൽ നാം ഏറെ സ്നേഹിച്ച നമ്മുടെ ഉറ്റവരും ഉടയവരും നമ്മെ കൈവിട്ടു എന്ന് വന്നേക്കാം. ചങ്ക് പറച്ച് സ്നേഹിച്ചവരൊക്കെ, അവരൊക്കെ നമ്മെ തള്ളിപ്പറഞ്ഞ്, നമ്മെ വേണ്ടെന്ന് പറഞ്ഞ് നമ്മെ വിട്ടു പോയി എന്ന് വന്നേക്കാം. എന്നാൽ നമ്മെ ചങ്ക് തന്ന് സ്നേഹിച്ച, ജീവൻ നൽകി സ്നേഹിച്ച ഒരു സ്നേഹമുണ്ട്. ആ സ്നേഹമാണ് കാൽവറി ക്രൂശിൽ കാണുന്നത്. പാപിയായ മനുഷ്യന് വേണ്ടി ദൈവമൊരുക്കിയ പദ്ധതി. പാപിയായ മനുഷ്യനെ നിത്യമായ നരകത്തിൽ നിന്ന് രക്ഷിക്കുവാൻ ദൈവം ആഗ്രഹിച്ചപ്പോൾ ദൈവപുത്രൻ കാൽവറി ക്രൂശിലൊരു യാഗമായിട്ട് തീർന്നു. സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും വലിയ സ്നേഹമില്ല എന്ന് പറഞ്ഞ കർത്താവായ യേശുക്രിസ്തു തൻ്റെ ജീവനെ തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി നൽകാനായിട്ടിടയായിത്തീർന്നു. തൻ്റെ 33 തിരുവയസ്സിൽ ചുടുചോര അവസാനത്തോളം ഊറ്റിത്തന്ന് സ്നേഹിച്ച ആ സ്നേഹത്തിന് പകരം വയ്ക്കുവാൻ ലോകത്തിലെ ഒരു സ്നേഹവുമില്ല. അതാണ് സ്നേഹത്തിൻ്റെ മാക്സിമം. അതിൽ പരം ഒരു സ്നേഹമില്ല. ഈ സ്നേഹത്തിൻ്റെ ഊഷ്മളത മനസ്സിലാക്കിയാൽ ആ സ്നേഹത്തിൽ നിന്ന് ആരും പിരിഞ്ഞു പോകുകയില്ല. ആ സ്നേഹത്തെപ്പറ്റി ഒരു പാട്ടുകാരൻ എഴുതിയത് ഇങ്ങനെയാണ്: മഹൽ പ്രേമം മഹൽ പ്രേമം പരലോക പിതാതൻ മകനെ മരിപ്പതിനാൽ കുരിശിൽ കൈവെടിഞ്ഞു. മഹൽ പ്രേമം പരലോക പിതാവു തൻ മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞു. ആ ഗാനത്തിൻ്റെ ഒരു വരി ഇങ്ങനെയാണ്: മരണത്താൽ മറയാത്ത മഹൽ സ്നേഹപ്രഭയാൽ ദൈവം സ്നേഹിക്കാനായിട്ടിടയായിത്തീർന്നു. ഈ സ്നേഹത്തിന് പകരം വയ്ക്കാൻ, ഈ സ്നേഹത്തോട് തുലനം ചെയ്യുവാൻ ലോകത്തിൽ ഒരു സ്നേഹത്തിനും കഴിയുകയില്ല. ഞാനൊരു കഥ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അത് സത്യമാണെന്ന് എനിക്ക് തോന്നുന്നു. സാധാരണഗതിയിൽ ആളുകൾ പറയാറുണ്ട്, മൃഗങ്ങളിൽ ഏറ്റവും സ്നേഹം കൂടുതലുള്ളത് കുരങ്ങുകൾക്കാണ്. അപ്പോൾ ഈ കുരങ്ങുകളുടെ സ്നേഹം എത്രത്തോളം ഉള്ളതാണെന്ന് പരീക്ഷിക്കാൻ ചിലർ കൂടി ശ്രമിക്കാനായിട്ടിടയായിത്തീർന്നു. അങ്ങനെ അവർ ഒരു കുരങ്ങിനെ ഒരു വലിയ ഡ്രമ്മിൻ്റെ ഉള്ളിൽ ആക്കാനായിട്ടിടയായി. അങ്ങനെ ആ ഡ്രമ്മിൽ കുരങ്ങും അതുപോലെ കുരങ്ങിൻ്റെ കുഞ്ഞിനെയും കൂടെ ആക്കി. അതിനുശേഷം ഈ ഡ്രമ്മിലേക്ക് വെള്ളം ഒഴിക്കാൻ തുടങ്ങി. അപ്പോൾ വെള്ളം ഒഴിച്ച് അത് കുരങ്ങിൻ്റെ കാലിൻ്റെ പകുതിയോളം എത്തിയപ്പോൾ ഈ കുരങ്ങ് തൻ്റെ കുഞ്ഞിനെ എടുത്ത് പിടിക്കാനായിട്ടിടയായിത്തീർന്നു. അങ്ങനെ വെള്ളം കൂടിക്കൂടി വന്നു. വെള്ളം കൂടിക്കൂടി വന്നപ്പോൾ ഈ കുരങ്ങ് തൻ്റെ കുഞ്ഞിനെ ഉയർത്തി
ആ കുരങ്ങിൻ്റെ കുഞ്ഞിനെ രക്ഷിക്കാനായിട്ട് ശ്രമിച്ചു. ആ വെള്ളം അങ്ങനെ ഉയർന്ന് തൻ്റെ കഴുത്തറ്റം വരെ എത്തിയപ്പോൾ എങ്ങനെ നിന്നാണെങ്കിലും ആ കുഞ്ഞിനെ രക്ഷിക്കാൻ ഈ കുരങ്ങ് ശ്രമിച്ചു. എന്നാൽ ആ വെള്ളം കയറി ആ കുരങ്ങിൻ്റെ മൂക്കറ്റത്തോളം എത്തിയപ്പോൾ ഈ കുരങ്ങ് ചെയ്തത് എന്താണെന്നറിയാമോ? തൻ്റെ കുഞ്ഞിനെ താഴേക്കിട്ടിട്ട് ആ ഡ്രമ്മിൽ ആ കുഞ്ഞു കുരങ്ങിൻ്റെ മുകളിൽ കയറി തൻ്റെ ജീവനെ രക്ഷിക്കാനായിട്ട് ശ്രമിച്ചു. ഞാൻ പറഞ്ഞതിന് കാരണം, ലോകത്തിലെ എല്ലാ സ്നേഹങ്ങളുടെയും ലിമിറ്റ് ജീവൻ വരെയായിരിക്കും. ജീവൻ തന്ന് രക്ഷിക്കുവാൻ, സ്നേഹിക്കുവാൻ ലോകത്തിലെ ഒരു സ്നേഹത്തിനും ഒരുപക്ഷെ കഴിഞ്ഞില്ലെന്ന് വന്നേക്കാം. എത്ര സ്നേഹമുണ്ടെന്ന് പറഞ്ഞാലും, എത്ര വലിയ സ്നേഹമാണെന്ന് പറഞ്ഞാലും, ജീവൻ തന്ന് സ്നേഹിക്കാൻ അത് കഴിയുക എന്നുള്ളതാണ് സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ കൂടിയ ലെവൽ. ആ ലെവലിലുള്ള സ്നേഹം തന്ന് സ്നേഹിച്ച ഒരു വ്യക്തി, അത് കർത്താവായ യേശുക്രിസ്തുവാണ്. ഈ സ്നേഹത്തെ മനസ്സിലാക്കുവാൻ എൻ്റെ കേൾവിക്കാർക്കിടയാകട്ടെ എന്ന പ്രാർത്ഥനയിൽ ഞാൻ നിർത്തുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.